ഇത് ക്രോസ് നീഡിൽ SWR മീറ്റർ ആണ്. എന്ന് വെച്ചാൽ 2 നീഡിലുണ്ട്, കണ്ടില്ലേ? ഫോർവേഡ് പവർ കാണിക്കുന്ന നീഡിലും ബാക്ക്വേർഡ് ഓർ റിഫ്ലക്റ്റഡ് പവർ കാണിക്കുന്ന നീഡിലും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ക്രോസിംഗ് പോയിൻ്റാണ് നമുക്ക് SWR ആയിട്ട് റീഡ് ചെയ്യുന്നത്. SWR കൂടുതലുള്ളപ്പോൾ അത് അധികം നേരം പ്രസ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അവിടെ SWR സ്വല്പം കൂടുതലുണ്ട്, 1.5ൻ്റെ അടുത്തുണ്ട്. പിന്നെ ഈ ഫോർവേഡ് പവർ മെഷർ ചെയ്യുന്നത് ×1 ×10 ×100 റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് ×10-ലായിട്ടിരിക്കണേ. ഇത് ഇങ്ങോട്ട് മാറ്റിയാൽ ×100 ആവും. അപ്പോൾ ×100 ആകുമ്പോൾ അത് പവർ വളരെ ചെറുതായിട്ട് പോലെ കാണിക്കും. അതെന്ന് വെച്ചാൽ 0.1ൻ്റെ പകുതിയായിട്ടാണ് കാണിക്കുക. സ്കെയിൽ 2 വരെയാണുള്ളത്. അപ്പം നമ്മൾ എത്ര പവറാണോ ഉദ്ദേശിക്കുന്നത് അതിന് കണക്കാക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഇതിപ്പോൾ SWR ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാകുമ്പോൾ നമ്മൾ ലോ പവറിലാണ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുക. എൻ്റെ റേഡിയോയിൽ മിനിമം പവറിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫോർവേഡ് പവറും റിഫ്ലക്റ്റഡ് പവറും കിട്ടിയിട്ടാണ് SWR മീറ്റർ SWR കണക്ക് കൂട്ടുന്നത്. ചുവന്ന സ്കെയിലാണ് SWRൻ്റെ. ഏറ്റവും താഴെയുള്ളത് 1, ഇങ്ങേ എൻഡിൽ ഇൻഫിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:1 1:∞ ആണ് SWR പറയുക. VSWR അതിൽ മെഷർ ചെയ്യണേ, വോൾട്ടേജ് SWR. റിഫ്ലക്റ്റഡ് പവറിൻ്റെ സ്കെയില് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. 0.5 വരെ മാക്സിമം ഉള്ളൂ. ഇതിൻ്റെ 0.2 ആണ്. ഇതിന് 2 എന്ന് പറഞ്ഞാൽ 200 വാട്ട് വരെ ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. പിന്നെ പീക്ക് എൻവലപ്പ് പവറും ടെസ്റ്റ് ചെയ്യാം, ആവറേജ് പവറും ടെസ്റ്റ് ചെയ്യാം. ഈ സ്വിച്ച് അങ്ങോട്ട് കൂടെ മാറ്റിയാൽ മതി. ഇത് ബാക്ക് ലിറ്റ് LED ആണ്. ബാക്ക് ലിറ്റ് LED ഓണാക്കി കഴിഞ്ഞാൽ പവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് DC പവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ LED കത്തും, ഓൺ ഓഫ് സ്വിച്ച് ഉപയോഗിച്ചാൽ. പിന്നെയുള്ള ഇത് VHFും UHFും സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇത് അമർത്തിക്കഴിഞ്ഞാൽ VHF UHF റേഞ്ചിലേക്കായിരിക്കും. അപ്പോൾ ആൻറ്റന നല്ലോണം ട്യൂൺഡ് ആണെങ്കിൽ റിഫ്ലക്റ്റഡ് പവർ ഏറ്റവും മിനിമം ആയിരിക്കും. ഞാനിപ്പോൾ 20 മീറ്ററിലേക്ക് മാറ്റി. 20 മീറ്ററിൽ കാര്യമായിട്ട് പ്രശ്നമില്ല. ഇനി 40 മീറ്ററിൽ നോക്കുകയാണ്. അത് കണ്ടില്ലേ, ഭയങ്കര ഹൈ SWR ആണ്. റിഫ്ലക്റ്റഡ് പവർ വളരെ കൂടുതലാണ്. TX എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യണ, ANT ആൻറ്റന എന്ന് പറഞ്ഞാൽ ആൻറ്റന കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെയാണ് ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്യേണ്ടത്, ഇവിടെയാണ് ആൻറ്റന കണക്ട് ചെയ്യേണ്ടത്.